LDF കൗൺസിലർമാരെ അവഗണിച്ചതിനെ തുടർന്നുണ്ടായ ജനകീയ പ്രതിഷേധത്തെ തുടർന്ന് ഉദ്ഘാടന ചടങ്ങ് പൂർത്തിയാക്കാൻ കഴിയാതെ MK മുനീർ MLA മടങ്ങി. കൊടുവള്ളി പ്രാവിൽ തലപ്പെരുമണ്ണ സബ് സെന്റർ ഉദ്ഘാടന ചടങ്ങിലാണ് നാടകീയ രംഗങ്ങൾ അരങ്ങേറിയത്. കൊടുവള്ളി മുൻ MLA കാരാട്ട് റസാഖ് അനുവദിച്ച 44 ലക്ഷവും MK മുനീർ MLAയുടെ 20 ലക്ഷവും NHM അനുവദിച്ച 7 ലക്ഷം രൂപയും അടക്കം 71 ലക്ഷം രൂപ ചെലവഴിച്ചാണ് കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കിയത്. സബ് സെന്ററിൽ പ്രാവിൽ, തലപ്പെരുമണ്ണ, കരുവമ്പൊയിൽ ഈസ്റ്റ്, ചുള്ളിയോടുമുക്ക്, നെടുമല ഡിവിഷനുകൾ ഉൾക്കൊള്ളുന്ന സബ് സെന്ററാണിത്. ഇതിൽ LDF അംഗങ്ങളായ വയോളി മുഹമ്മദ്, E ബാലൻ എന്നിവരുടെ പേരൊഴിവാക്കിയാണ് ശിലാഫലകം തയ്യാറാക്കിയത്. ഇത് ശ്രദ്ധയിൽപ്പെട്ട കെട്ടിടം നിലനിൽക്കുന്ന പ്രദേശത്തെ കൗൺസിലറായ ഐഷ ഷഹനിദ ഇരുവരുടെയും പേരുകൾ പ്രിന്റ് എടുത്ത് ഒട്ടിച്ചു. എന്നാൽ ഉദ്ഘാടനത്തിനെത്തിയ നഗരസഭാ ചെയർമാൻ ഇത് നീക്കാൻ ശ്രമിച്ചതോടെയാണ് ജനങ്ങൾ പ്രതിഷേധിച്ചത്. പ്രതിഷേധം ശക്തമായതോടെ ഉദ്ഘാടന ചടങ്ങ് നാടമുറിക്കലിൽ മാത്രം ഒതുക്കി MK മുനീർ സ്ഥലം വിട്ടു. MLA പോയ ശേഷം കൗൺസിലർ ഐഷ ഷഹനിദയുടെ നേതൃത്വത്തിൽ നാട്ടുകാർ ജനകീയമായി കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. MLA ഓഫീസിന്റെ ഇടപെടലാണ് പേരുകൾ ഒഴിവാക്കിയതിന് പിന്നിലെന്ന് LDF നേതൃത്വം പറഞ്ഞു. തെരഞ്ഞെടുത്ത ജനപ്രതിനിധികളെ അപമാനിച്ച MLA മാപ്പ് പറയണമെന്ന് LDF കൗൺസിലർമാർ ആവശ്യപ്പെട്ടു. കൈരളി ന്യൂസ്, കോഴിക്കോട്.